നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും ഇപ്പോൾ ഏഴര ശനിയുടെയോ കണ്ടകശനിയുടെയോ അഷ്ടമശനിയുടെയോ ഒക്കെ ദുരിതങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വലിയൊരു ആശ്വാസം വന്നു ചേർന്നിരിക്കുന്നു. വരുന്ന 2026 മാർച്ച് 7 മുതൽ ശനിയുടെ ശക്തി ക്ഷയിക്കുന്ന ഒരു അപൂർവ കാലഘട്ടം തുടങ്ങുകയാണ്. സൂര്യനുമായി ശനി ഏറ്റവും അടുത്തു വരുന്നതോടെ ശനിയുടെ കാഠിന്യം കുറയുകയും ദോഷഫലങ്ങൾ അനുഭവിച്ചിരുന്നവർക്ക് വലിയൊരു മോചനം ലഭിക്കുകയും ഈ 40 ദിവസക്കാലം 7 രാശിക്കാർക്ക് ഗുണകരമാണെങ്കിലും അതിലേറ്റവും കൂടുതൽ രാജയോഗം അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന 3 നക്ഷത്രജാതകരുണ്ട്. ഈ 3 നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഉറപ്പായും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഈ 3 നക്ഷത്രജാതകർക്ക് സംഭവിക്കാൻ പോകുന്നു. ആ നക്ഷത്രജാതകർ മറ്റാരുമല്ല, മിഥുനൻ രാശിക്കാർ തന്നെയാണ്. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. ഇവർ പോകേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചറിയാം, ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്തുകൊണ്ടാണ് ഈ മാറ്റം വരുന്നത്? എന്നോട് പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. താങ്കൾ പറയുന്നുണ്ടല്ലോ, ശനിമാറ്റത്തിലൂടെ ചില നക്ഷത്രജാതകർക്ക് അത്ഭുതകരമായ മാറ്റം സംഭവിക്കുമെന്ന്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണെന്ന്. ഇന്ന് ഞാൻ പറയുന്നു, മിഥുനൻ രാശിക്കാർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. എന്തുകൊണ്ടാണ് ഈ മാറ്റം വരുന്നത്? ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങൾ സൂര്യനോട് അടുക്കുമ്പോൾ അവയ്ക്ക് മൗഢ്യം സംഭവിക്കും. അതായത് അവയുടെ ബലം കുറയും. ശനി എന്ന ഗ്രഹത്തിൻ്റെ ബലം കുറയുമ്പോൾ ആ ഗ്രഹം നമ്മളെ ശ്വാസം മുട്ടിച്ചിരുന്ന ആ പിടി അയയുകയാണ്. കഴിഞ്ഞ 3-4 വർഷക്കാലമായി മിഥുനൻ രാശിക്കാർ അനുഭവിച്ചതിന് കയ്യും കണക്കുമില്ല. അത്രയധികം ദുരിത ദുഃഖങ്ങളിലൂടെ പോകുന്ന രാശിക്കാരായിരുന്നു മിഥുനൻ രാശിക്കാർ. കേൾക്കാത്ത അപവാദങ്ങളില്ല, സങ്കടപ്പെടാത്ത ദിവസങ്ങളില്ല, കരയാത്ത രാത്രികളില്ല. തലയിണയിൽ മുഖമമർത്തി പൊട്ടിക്കരയാറുണ്ടായിരുന്നു മിഥുനൻ രാശിക്കാർ. ആരോട് തൻ്റെ സങ്കടങ്ങളൊന്ന് തുറന്നു പറയും എന്ന് വിഷമിച്ചിരുന്ന മിഥുനൻ രാശിക്കാർക്ക് ഒരാശ്വാസമാകുകയാണ്. പല രീതിയിലായിരുന്നു ഇവരുടെ ദുരിത ദുഃഖങ്ങൾ. സാമ്പത്തികമായി വലിയ തളർച്ച. എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ വഴിപാടുകൾ നടത്തിയിട്ടും ഇവർക്കൊരു മേൽഗതി വന്നു ചേർന്നില്ല. മാനസികമായ ഒറ്റപ്പെടൽ, ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ കൂട്ട്. എന്നാൽ മാർച്ച് 7 മുതൽ ശനിയുടെ ആ കരിനിഴൽ മാറുകയാണ്. ഇനി നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റ് ശുഭഗ്രഹങ്ങൾ ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. മിഥുനൻ രാശിക്കാർക്ക് ഇപ്പോൾ ശനി 10ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇതിനെയാണ് നമ്മൾ കണ്ടകശനി എന്ന് വിളിക്കുന്നത്. 10ാം ഭാവം കർമ്മസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ജോലിസ്ഥലത്ത് വലിയ തിരിച്ചടി നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം. പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുത്തിട്ട് പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടാകാം. പലയിടത്തും അപവാദങ്ങൾ കേട്ടിട്ടുണ്ടാകാം. എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും. അപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും അധികം രാജയോഗം അനുഭവിക്കാൻ പോകുന്ന നക്ഷത്രജാതകർ ഇവരാണ്. അത് മറ്റാരുമല്ല, മിഥുനക്കൂറിലെ മകേരവും
തിരുവാതിരയും പുണർത്തവുമാണ്. ലോട്ടറി ഭാഗ്യമുണ്ട്. ധനം പല വഴിയിലൂടെ നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. മകയിരത്തിനും തിരുവാതിരയ്ക്കും പുണർത്തത്തിനും ഇത് സൗഭാഗ്യസമ്പന്നതയുടെ സമയമാണ്. ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾ നേടുന്ന കാര്യങ്ങൾ വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. പുതിയ ജോലി, ഒരു ജോലിക്ക് ശ്രമം നടത്തുന്നുവെങ്കിൽ ഒരു പുതിയ ജോലി നിങ്ങൾക്ക് ലഭിക്കും. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്കോ നിലവിലെ ജോലിയിൽ തൃപ്തിയില്ലാത്തവർക്കോ ഈ 40 ദിവസത്തിനുള്ളിൽ പുതിയൊരു വഴി തുറന്നു കിട്ടും, ഉറപ്പാണ്. അതാണ് 40 ദിവസത്തിനകം ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. അതുപോലെ തന്നെ ജോലി, പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പട്ടാളം തുടങ്ങിയ മേഖലയിലേക്ക് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂവിനൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് കിട്ടാനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് കാണുന്നു. അതുപോലെ തന്നെ പ്രമോഷനൊക്കെ ലഭിക്കുന്ന സമയമാണ്. പാതി വഴിയിൽ നിലച്ചുപോയ ബിസിനസ്സുകൾ പുനരാരംഭിക്കാൻ സാധിക്കും. ശത്രുതയോടെ നിന്നവർ പോലും നിങ്ങളുടെ കൂടെ സഹകരിക്കാൻ വരും. വലിയ ലോണുകൾ അനുവദിക്കപ്പെടുകയും ബിസിനസ്സിൽ പുതിയ ഇൻവെസ്റ്റേഴ്സ് പങ്കാളികൾ വന്നു ചേരുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതം പാടെ മാറും. ആ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ദിനങ്ങൾ തന്നെയായിരിക്കും ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ലോട്ടറി ഭാഗ്യമുണ്ട്, വിദേശത്തേക്ക് പറക്കാനുള്ള യോഗമുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നടക്കാനുള്ള യോഗമുണ്ട്, പ്രണയവിവാഹമൊക്കെ നടക്കുന്ന സമയമാണ്. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ഭാഗ്യത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. ശനിയുടെ കാഠിന്യം മാറുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ ധനലക്ഷ്മി കടന്നു വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനലക്ഷ്മി കടന്നു വരികയാണ്. ജീവിതം മാറും. മകയിരത്തിനും തിരുവാതിരയ്ക്കും പുണർത്തത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഞാനീ പറയുന്നത് പൊതുവായ ഫലമാണ്. നിങ്ങളുടെ പൂർണ്ണമായ ഫലം അറിയണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 2026-27 കാലഘട്ടത്തിലെ വർഷഫലം അതറിയാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ പഞ്ചപക്ഷി ശാസ്ത്രത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അതറിയാം. നിങ്ങളുടെ ജാതകത്തിലെ ഇപ്പോഴത്തെ നില എന്താണെന്നറിയാം. അപ്പോൾ അതറിയാൻ 94 967 24 401 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം, മറുപടി തരും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ഭാഗ്യം എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാം. നിങ്ങൾക്ക് വന്നു ചേരുന്നത് ധനലക്ഷ്മി രാജയോഗമാണ്. ധനലക്ഷ്മി രാജയോഗം എന്താണ്? ധനം കുമിഞ്ഞുകൂടുന്ന സമയം. പല വഴിയിലൂടെ, നിങ്ങൾ വിചാരിക്കാത്ത വഴിയിലൂടെ നിങ്ങൾക്ക് പണം വന്നു ചേരും. പിന്നെ രണ്ടാമത്തെ കാര്യം, ലോട്ടറി ഭാഗ്യം. അപ്രതീക്ഷിതമായി കൈവരുന്ന ഭാഗ്യങ്ങൾ ഈ സമയത്ത് മിഥുനൻ രാശിക്കാർക്ക് കൂടെ ഉണ്ടാകും. ലോട്ടറി വഴിയോ പഴയ നിക്ഷേപങ്ങൾ വഴിയോ വലിയൊരു തുക കൈവരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്വപ്നഭവനം. നിങ്ങളൊരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നടക്കും. നിങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരിക്കും ഒരു വലിയ വീട്. കൊട്ടാര തുല്യമായ ഒരു വീട് വയ്ക്കാനുള്ളൊരു യോഗം നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ജപ്തി ഭീഷണിയിലോ നിർമ്മാണം തടസ്സപ്പെട്ടോ കിടക്കുന്ന വീടുകൾ പണി പൂർത്തീകരിച്ച് താമസം തുടങ്ങാൻ ഈ ഒരു കാലഘട്ടം നിങ്ങളെ സഹായിക്കും. പിന്നെ കടബാധ്യതകൾ. കടം വാങ്ങി ശ്വാസം മുട്ടി നിൽക്കുന്നവർക്ക് അത് വീട്ടി തീർക്കാനുള്ള കൃത്യമായ വരുമാന മാർഗങ്ങൾ തെളിഞ്ഞു വരും. സാമ്പത്തികമായി ഒരു രക്ഷയുമില്ല എന്ന് കരുതിയിടത്ത് നിന്ന് നിങ്ങൾ ഉയർന്നെഴുന്നേൽക്കും. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ കുടുംബവുമായി വിദേശ യാത്രയ്ക്കൊക്കെയുള്ള യോഗം തെളിയും. ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. എല്ലാം ഒത്തുതീർപ്പിലെത്തും. ഒന്നിച്ച് താമസിക്കാൻ ഈ ഒരു സമയം വഴിയൊരുക്കും. അതുപോലെ പുനർവിവാഹത്തിനായി കാത്തിരിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വരും, വിവാഹം നടക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്ര ജാതകർക്ക് വിസ നടപടികൾ വേഗത്തിലാകാനും അവിടെ നല്ലൊരു ജോലി സമ്പാദിക്കാനും ഈ രാജയോഗ സമയത്ത് സാധിക്കും. ഒറ്റപ്പെടലിൽ നിന്ന് മാറി എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെത്തും. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ക്ഷേത്ര ദർശനം നടത്തണം. പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. മിഥുനൻ രാശിക്കാർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് മൊത്തത്തിലുള്ള ഒരു പൊതുഫലമാണ്. ഞാനീ പറയുന്നത് മൊത്തത്തിൽ ഉള്ള ഒരു പൊതുഫലമാണ്. പൂർണ്ണമായ ഫലം അറിയണമെങ്കിൽ നിങ്ങളുടെ ജാതകത്തിലെ ദശാസന്ധികൾ കൂടി നോക്കണം. അത് പരിശോധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉചിതമായ കാര്യങ്ങളൊക്കെ എപ്പോൾ സംഭവിക്കുമെന്ന്
കൃത്യമായി അറിയാൻ സാധിക്കും. എങ്കിലും ഈ വരുന്ന മാറ്റം നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ ജാതകമൊന്ന് പരിശോധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കാൻ, ഈ ഒരു സമയത്ത് വ്യാഴത്തിന് ബലം നൽകാനായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, അവിടെ പാൽപ്പായസമൊക്കെ നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ്. ഈ വീഡിയോ കാണുന്ന മിഥുനൻ രാശിക്കാർ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് നൽകുക. ശനിദോഷങ്ങൾ മാറി എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. രക്ഷപ്പെട്ടിരിക്കും, ഉറപ്പാണ്, യാതൊരു സംശയവും വേണ്ട.